ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 4 മണാലിയിലാട്ടോ ഉള്ളത്. നമ്മൾ മോർണിംഗ് ആണ് മണാലി എത്തിയത്. അപ്പോൾ അവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷായി റെഡിയായി. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നേ. അപ്പോൾ അതാ അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പുറത്ത് നല്ല തണുപ്പാണ്. അങ്ങനെ റൂമിലെത്തി ഫ്രഷായി റെഡിയായി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല തണുപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കിടുകിടാ വിറക്കായിരുന്നു. അപ്പോൾ ഞാൻ ജാക്കറ്റ് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ, ഗ്ലൗസും അതുപോലെ തന്നെ ക്യാപ്പൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കൈക്കൊക്കെ നല്ല പണി കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ വെള്ളത്തിൽ കൈയിട്ട അപ്പടം മരവിച്ചു, അത്ര അവസ്ഥയായിരുന്നു. എനിക്ക് തണുപ്പ് ഒട്ടും പിടിക്കാത്ത ഒരാളാട്ടോ. അതുകൊണ്ടാണ് എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ ആയിരുന്നു കുളിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാൻ വിചാരിച്ചിട്ടോ. ലിഫ്റ്റിൽ ഫുൾ ആളായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. റൂമിലൊക്കെ നല്ല തണുപ്പായിരുന്നു. AC ഇല്ലെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങാനൊക്കെ നല്ല കഷ്ടപ്പെട്ടു. പിന്നെ ഫുഡ് കഴിക്കുന്ന ഏരിയ ഇതാട്ടോ. നല്ല പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിങ്ങനെ കാണുന്നത് നോക്കണ്ട കേട്ടോ. തണുത്തിട്ട് ഇങ്ങനെ വിറയ്ക്കായിരുന്നു. അപ്പോൾ പുറത്തെത്തിയപ്പോൾ ടീച്ചേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല മൊഞ്ചായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പുറത്തുള്ള ഒരു വ്യൂ ആട്ടോ, അടിപൊളിയാണ്. അവിടെയൊക്കെ സ്നോഫോൾ ടൈമും ഫുള്ള് സ്നോ ആയിട്ട് നല്ല രസമുണ്ടാവും എന്നാണ് പറഞ്ഞത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്. അവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഹഡീംബ ടെമ്പിളിലേക്ക് നമുക്ക് നടക്കണം. ഇന്ന് ഫുള്ള് നമുക്ക് നടന്നിട്ട് പോകാനുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. ഓൾഡ് മണാലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമായത് അവിടുത്തെ ബിൽഡിങ്സ് ആണ്. നല്ല രസമുണ്ട് ഗൈസ്. അതിൻ്റെ മോഡൽസ് ആവട്ടെ, അതിൻ്റെ ഇൻറ്റീരിയർ ആവട്ടെ, നല്ല രസമുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൈസ് ഇങ്ങോട്ടേക്ക് വരുമ്പം മസ്റ്റായിട്ട് കൊണ്ടുപോകേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ജാക്കറ്റാണ്. മസ്റ്റായിട്ടൊരു പവർ ജാക്കറ്റ് കൊണ്ടുപോവുക. പിന്നെ ഗ്ലോ ആണ്. കാരണം കൈ തണുത്തിങ്ങനെ നല്ല പോലെ മരവിക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്ലോ എടുക്കുക. പിന്നെ ഇയർ മഫ്സ്, ക്യാപ്പ്. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന ടൈം നമ്മുടെ ചെവി നല്ലോണം വേദനിക്കും കേട്ടോ. തണുത്ത കാറ്റടിക്കുക, അപ്പോൾ ചെവി നല്ലോണം വേദനിക്കും. അപ്പോൾ അതില്ലാണ്ടാക്കാൻ വേണ്ടി അതെടുക്കുക. പിന്നെ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നൊക്കെ അതുപോലെ തന്നെ പൊട്ടാൻ തുടങ്ങും, ഡ്രൈ ആവും. പിന്നെ ലിപ്പും പൊട്ടാൻ തുടങ്ങും, ഡ്രൈ ആവും. അപ്പോൾ ലിപ് ബാമും മോയ്സ്ചറൈസറും മസ്റ്റായിട്ട് കരുതുക. മസ്റ്റായിട്ട് വേണ്ടതാണ്. കാരണം അവിടുത്തെ വെള്ളമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടാൻ തുടങ്ങും. പിന്നെ വേണ്ടത് തെർമൽ വിയേഴ്സ്, എക്സ്ട്രാ സോക്സ്, എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുക്കാം കേട്ടോ. എടുക്കാൻ പറ്റുന്ന അത്രയും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകാം ഗായ്സ്. അങ്ങനെ നമ്മൾ ഫൈനലി മണാലി എത്തി. വണ്ടർഫുൾ ക്ലൈമറ്റ്. രാവിലെ വായനല പോകുകയാണ്. ഇപ്പോൾ ഭയങ്കര ചൂടുമില്ല തണുപ്പുമില്ല, ഒരുമാതിരി അവസ്ഥയായിരിക്കുന്നു ഗൈസ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതാണ് കിച്ചു, ഇവളാണ് സാന്ദ്ര. ഇതാണ് ജിഷിൻ ഗൈസ്. ഇതാ നമ്മളെ അജു നൈസാണ്, ലുക്കാണ്. പിന്നെ ഇതാണ് നിയാലെന്നെ കാണിക്കൂല, എപ്പോൾ നിയാലെന്നെ എപ്പം കാണിക്കുന്നത്. പിന്നെ നമ്മളിതാ ഡോണുണ്ട്, ഇതാ ഫിദിയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്. ഇതാണ് എൻ്റെ പെങ്ങൾ ഗൈസ്. ഇതാ നന്ദു ഒരു ഹായ് പറയൂ. തീർത്തൊരു ഹായ് പറയൂ. നമ്മൾ മണാലി അങ്ങനെ കറങ്ങാൻ പോന്നു. നമ്മള് മണാലിയിൽ മഞ്ഞുണ്ടാന്ന് വിചാരിച്ചാ വന്നത്. ഷെറുമൂഞ്ചിക്കലാണ് അജ്മൽക്കാണ് പോലില്ലേ ഇയാളെ കാണുമ്പോൾ. സൈഡ് നോക്കുമ്പോ താജുദ്ദീൻ വടകര ആൽബത്തിലെ. അങ്ങനെ സിനാൻ്റെ ഒരു വ്ളോഗൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് പോകുന്ന വഴിക്കൊരു മംഗല വീടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ചെറിയൊരു കുടുക്ക് വഴിയിലൂടെയൊക്കെ ആട്ടോ നടന്നിട്ട് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതാ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ അതാ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജാക്കറ്റും കാര്യങ്ങളും എടുക്കാൻ മറന്നു പോരുത്, മസ്റ്റായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലൗസും ക്യാപ്പൊക്കെ അവിടെ എത്തിയിട്ടാണ് മേടിക്കുന്നത്. അത് ഹഡീംബ ടെമ്പിളിൻ്റെ അവിടെ പർച്ചേസിങ്ങിന് കുറച്ച് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായത്. പക്ഷേ രാവിലെ ഒന്നും അത്ര എനിക്ക് ഈ ഒരു ഭാഗത്തൊന്നും എനിക്കത്ര സീന് തോന്നിയിട്ടില്ല കേട്ടോ. രാത്രിയൊക്കെ കുറച്ച് സീനാണ്.
എന്നാൽ രാത്രി ഉറങ്ങാൻ പിന്നെ പറയുക വേണ്ട ഗൈസ്. ഫ്രണ്ട്സൊക്കെ വരാണ്. അതിൻ്റെ അടുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളൊക്കെ കണ്ടായിരുന്നു. അവിടുത്തെ കുട്ടികളൊക്കെ കാണാൻ നല്ല രസമാട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ഇതാ ഹഡിമ ടെമ്പിളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ കുറച്ച് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഗൈസ് എത്തി കേട്ടോ. ഇവിടെ തന്നെയാണ് ഹഡിയമ്പ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹഡിയമ്പ ടെമ്പിൾ. അപ്പോൾ അങ്ങനെ ഇതാ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നല്ല അരങ്ങാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞ് കണ്ടില്ല കേട്ടോ, നമ്മളുടെ ടൈം മഞ്ഞ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ അതാ ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ടൊരു ടോപ്പും ക്യാപ്പും ഗ്ലൗസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ അവിടെയുള്ള ഒരു കോസ്റ്റ്യൂം ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ അവരെല്ലാവരും കോസ്റ്റ്യൂം ഇടാൻ വേണ്ടി പോയി. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതാ ഈ മരങ്ങളെയും വീഡിയോ എടുത്ത് നിന്ന്. അപ്പോൾ ഇത് അവരൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. അത് ആ മുയലൂട്ടിനൊക്കെ പിടിച്ചിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഡ്രസ്സ് അടിപൊളി, നല്ല രസമുണ്ട് എല്ലാവർക്കും ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു മരത്തിൻ്റെ ഇടയിലൊക്കെ വന്നിട്ട് അവരൊക്കെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മളെ ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഫോട്ടോസൊക്കെ ലാസ്റ്റിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഹിമാചൽ പ്രദേശിലെ മണാലി എന്ന സ്ഥലത്താണ് ഈ ഒരു ഹിഡിംബ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുങ്കാരി ക്ഷേത്രം, ഹിഡിംബ ക്ഷേത്രം എന്നെല്ലാം ഈ ഒരു ക്ഷേത്രത്തെ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ മഹാഭാരത കഥയിലെ സുപ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഭീമൻ. ഭീമൻ്റെ ഭാര്യ ഹിഡിംബി ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹിമാലയ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ദേവാരി വൻവിഹാർ എന്നറിയപ്പെടുന്ന ദേവദാരു വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഗുഹാക്ഷേത്രമാണ് ഈ ഒരു ഹിഡിംബ ടെമ്പിൾ. ദേവതയുടെ പ്രതിരൂപമായി ആരാധിച്ചിരുന്ന ഒരു വലിയ പാറക്കല്ലിൽ പണിതതാണ് ഈ ഒരു സങ്കേതം. 1553 മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് കുറച്ചങ്ങോട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓരോരുത്തർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. അപ്പോൾ ഞാനും നോക്കി കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ പർച്ചേസ് ചെയ്ത ഐറ്റംസാണ്. പിന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു, ഫുഡിൻ്റെ ടൈമായിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് നമുക്ക് അപ്പനെ ആയതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഇതാ ഈ ഒരു കഫേയിൽ കയറാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതാ കയറി. അപ്പോൾ ഓൾറെഡി അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ പോയിരുന്നു. ഗ്രീൻ ഫോറസ്റ്റ് കഫേ എന്നാണ് ആ കഫേൻ്റെ പേര്. അങ്ങനെ ഇതാ അവിടെ നിന്ന് ഓരോ ഐറ്റംസൊക്കെ നോക്കി എന്നിട്ട് നമ്മളിതാ ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് ഉണ്ടായത്. അപ്പോൾ അവരവിടെ നിന്ന് എന്തോ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായയും അതുപോലെ തന്നെ നമ്മളൊരു പ്ലെയിൻ മാഗി വിത്ത് ബട്ടറാ അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഇതാ ചായ കുടിക്കുകയാണ്. ചായയൊക്കെ ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ ഒരു അച്ചാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഇതാ മാഗി കൊണ്ടുവന്ന് നല്ല ചൂടോടെയായിരുന്നു. അങ്ങനെ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ കഴിക്കാണ് ഗൈസ്. നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എടുത്തങ്ങോട്ട് വായിലിടുകയും ചെയ്ത് സത്യം പറഞ്ഞാൽ പൊള്ളിപ്പോയി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ ഡോഗൊക്കെ നോക്കി ഭയങ്കര തടിച്ചിങ്ങനെ ഇറങ്ങിയിട്ട്, ഇവിടുത്തെ അവരെ പോലെയൊന്നല്ല കേട്ടോ, ഭയങ്കര എന്താ പറയുക തടിച്ചിറങ്ങിയിട്ടാണ് ഡോഗ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഗൈഡിൻ്റെ കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവിടുത്തെ ഓരോ ഷോപ്പൊക്കെ നോക്കിയിട്ടാട്ടോ പോകുന്നത്. ഒരുപാട് ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അതുപോലെ ഒരുപാട് ഡോഗ്സൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ശല്യമൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഓടിക്കുന്നൊന്നുമില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട ഗൈസ്, നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര സീനാണ്. പക്ഷേ അവിടെ അങ്ങനെയൊന്നുമില്ല, അവർ ഉപദ്രവിക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് പേരെ ഒന്നിച്ചും ബാക്കിയുള്ളവർ സ്പ്ലിറ്റ് ആയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ അവരൊക്കെ കണ്ടുമുട്ടി. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോവാണ്. പിന്നെ ഗൈസ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാപ്പും അതുപോലെ തന്നെ ഗ്ലോവൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, കാരണം തണുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ ഈ ഒരു ഏരിയ കണ്ടില്ല ഗൈസ്, അവിടെ അങ്ങനെ ഭയങ്കര പ്യുവറായിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് കേട്ടോ. കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്.
നല്ല രസമുണ്ട് കേട്ടോ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ ഇവിടെ വാട്ടർ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ജസ്റ്റ് പോവുകയാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈയൊക്കെ കഴുകാനാണ്. പക്ഷെ ഞാൻ ആ ഏരിയയിലോട്ട് പോയില്ല, സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടോ. പിന്നെ അടുത്ത വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ ആ പണിക്ക് നിന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ ഓൾഡ് മണാലി കഫേയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്തായിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോവാണ്. കുറേ നടക്കാനുണ്ട് ഗൈസ്, നടന്ന് കാലിൻ്റെ കൂപ്പാടളക്കും. ഇനിയിപ്പം നമുക്കൊരു ടെമ്പിളും കൂടെ കാണാനുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ഓൾഡ് മണാലി മാർക്കറ്റിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നോക്കി അതിൻ്റെ ജസ്റ്റ് റേറ്റൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. അതുതന്നെയായിരുന്നു കണ്ടിന്യൂ ആയിട്ട് പോയിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഏരിയയിൽ നിന്ന് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതാ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ജാക്കറ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ് അങ്ങോട്ട്. അപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞു ഓൾഡ് മണാലി മാർക്കറ്റിൽ നിന്ന് മേടിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ ആരും അവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ. ഇതൊക്കെ സ്കെൽട്ടണൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിയായിരുന്നു. പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഗൈസ് നമ്മുടെ തൻസിക്കും നല്ല ഗൈഡായിരുന്നു കേട്ടോ മണാലിയിൽ. അപ്പോൾ ഓരോരുത്തർ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതായത് അവിടുത്തെ കഫേ ആട്ടോ, അവിടുത്തെ കഫേയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ എൻ്റെ ഫോണാണെങ്കിൽ ചാർജൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ചിങ്ങനെ ഷൂട്ടാക്കായിരുന്നു. പിന്നെ അതാ നടന്നിട്ട് എല്ലാവരും കാലൊക്കെ പണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോണിൻ്റെ ചാർജൊക്കെ കഴിയാൻ തുടങ്ങിയപ്പം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിലാട്ടോ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ കയറിയിട്ട് പോകുന്നത് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആകുമ്പോൾ തന്നെ അവിടെ ഇരുട്ട് വരാൻ വേണ്ടി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ നടന്നിട്ടാണെങ്കിൽ എത്തുന്നില്ല, ഇഷ്ടംപോലെ നടക്കാനും ഉണ്ട്. അപ്പോൾ കാലൊക്കെ വേദനിക്കാനും തുടങ്ങി, ഭയങ്കര അവസ്ഥയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ കേട്ടോ, കാരണം നിങ്ങൾക്കും കാണുമ്പം കണ്ട് ബോറടിക്കും, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഏകദേശം എത്താനായി എന്ന് പറഞ്ഞ് അപ്പം ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മളിതാ മണാലിയിൽ നിന്നും ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വരികയാണ്, തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഗായ്സ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ വണ്ടിക്കാരനും ശരിയാ അവരുടെ ഗെയിമിൽ ബ്രേക്കിനെക്കാൾ കൂടുതലും ഓണുകളാണുള്ളത്, എന്താണെന്നറിയില്ല ഗൈസ്. അങ്ങനെ നമുക്ക് നാളെ കാണാം, ഇനി ഞാൻ വരൂല. ഓക്കെ. ടെമ്പിളിൻ്റെ സൈഡിൽ നിന്ന് എനിക്കങ്ങനെ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ അവിടുന്ന് നേരെ പിന്നെ പോകുന്നത് ഓൾഡ് മണാലി മാർക്കറ്റിലേക്കാണ്. അങ്ങനെ ഇതാ ഓൾഡ് മണാലി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാത്രി ആട്ടോ ഇവിടെ തണുപ്പ് നല്ലോണം കൂടുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല തണുപ്പിന് നല്ല തണുത്ത ഐസ്ക്രീം വേറെ തന്നെ ഫീലാട്ടോ. പിന്നെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ചായയൊക്കെ കുടിച്ചായിരുന്നു. അവിടുത്തെ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമായിട്ടോ. അവിടുത്തെ ഒരു ടീ പൗഡർ എന്താ പറയുക, മസാലയൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് പാനിപൂരിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മൊത്തത്തിലൊന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ടൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അടുത്തുമ്പോഴത്തേക്ക് ആ ടെമ്പിൾ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കേട്ടോ. റൂമിലെത്തി ഫോൺ ചാർജൊക്കെ ആക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രണ്ട്സൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ താഴെ എത്തി. അവിടെ നിന്ന് ഇതാ സാലഡും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫോണുള്ളത് കൊണ്ട് ഫിദുവാണ് ഒക്കെ എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇതാ ഗൈസ് എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്താക്കി, കുറച്ച് സമയം അവിടെ പ്ലേറ്റും പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇരുന്ന് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് വെച്ചിട്ട്, അതെനിക്കിഷ്ടമായില്ല. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാനൊന്ന് പുറത്തിറങ്ങിയതാട്ടോ. എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ്. വെറുതെ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിലായിപ്പോയി, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു. അപ്പോൾ ഇനിയിപ്പം പോയിട്ട് ഉറങ്ങലാട്ടോ ഫ്രഷ് ആയിട്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല, കാരണം നല്ല തണുപ്പുണ്ട്. ഫസ്റ്റ് ഡേ ആണല്ലോ മണാലിയിൽ.
എന്താ അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.